തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് തുടരുന്നുണ്ട്. ബിനോയ്, ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേയുള്ളൂ. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്നു. അതിനുശേഷം അരമണിക്കൂറിനകം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർന്നാലും തീർന്നില്ലെങ്കിലും 8:30യോടുകൂടി EVM-ലെ വോട്ടുകളും എണ്ണി തുടങ്ങുകയാണ്. നമുക്ക് എപ്പോഴത്തേക്ക് ഒരു ആദ്യ ഫലസൂചനകൾ നൽകാൻ കഴിയും? ലിബീഷ്, കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞനുസരിച്ച് ആദ്യ 45 മിനിറ്റ് പൂർത്തിയായി കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ ലഭ്യമാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു റൗണ്ട് എന്ന് പറയുന്നത് 14 ടേബിളുകൾ എണ്ണി തീരുമ്പോഴേക്കാണ് ഒരു റൗണ്ട് പൂർത്തിയാവുക. അത്തരത്തിൽ ഒരു റൗണ്ട് ആദ്യത്തെ 45 മിനിറ്റിനകം പൂർത്തിയാക്കി അത് ടാലി ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. കാരണം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ടുകൾ കൂട്ടി അതിനുശേഷമാണ് ആദ്യ ഫലസൂചനകൾ ലഭ്യമാക്കുക. അങ്ങനെ വരുമ്പോഴേക്കും ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 മുതൽ 8 വരെ നിയമസഭാ മണ്ഡലങ്ങൾ വീതമുണ്ട്. അങ്ങനെ ആ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും ആദ്യത്തെ ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ 14 മെഷീനുകൾ എണ്ണുന്ന 14 മെഷീനുകൾ എണ്ണിക്കിട്ടുന്ന ആ സമയം പൂർത്തിയായി കഴിഞ്ഞ് അതിൻ്റെ ടാലിയും കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 45 മിനിറ്റാണ്. അത്ര എടുക്കില്ല, എന്നാലും ആദ്യ ഫലം വരാൻ 45 മിനിറ്റോളം എടുക്കും എന്നാണ്. എന്നാൽ ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത്, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി ഏകദേശം അരമണിക്കൂർ പിന്നിട്ടാൽ ഉടൻ തന്നെ EVM-ലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീരുന്നത് വരെ ഒരു കാത്തിരിപ്പുണ്ടാവില്ല. രണ്ടും കൂടി മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സമ്മിശ്രമായ രീതിയിലായിരിക്കും വോട്ടിങ്ങിൻ്റെ ഫലസൂചനകൾ എത്തുക. സാധാരണഗതിയിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഇത്ര വോട്ടിന് മുന്നിൽ എന്നുള്ളതാണെങ്കിൽ ഇത്തവണ അതല്ല, രണ്ടും കലർത്തിയായിരിക്കും ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് ആയി വരിക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അവസാനം അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 8:40-8:45 കൂടി തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. ആദ്യ ഫലസൂചനകൾ അങ്ങനെ നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലുമാണ്. കാരണം വലിയ തരത്തിലുള്ള മീഡിയ റൂമുകളാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുള്ളത്. അവിടെ വലിയ തരത്തിലുള്ള സ്ക്രീനുകളുണ്ട്, ഡിസ്പ്ലേ സ്ക്രീനുകളുണ്ട്. മാത്രവുമല്ല അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ, ഈ സൂചനകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉച്ചഭാഷണി ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയും ഒപ്പം പ്രത്യേക ഒരു ആപ്പ് സംവിധാനമുണ്ട്. ആ ആപ്പ് വഴിയും തന്നെ പബ്ലിക്കിനും പൊതുജനങ്ങൾക്കും ഫലസൂചനകൾ ലഭ്യമാകും. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത്, മാധ്യമപ്രവർത്തകർക്ക് ഫലസൂചനകൾ ലഭ്യമാകുന്ന അതേസമയം തന്നെ പൊതുജനങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിലൂടെ വിവരങ്ങൾ അറിയുവാൻ കഴിയും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഞ്ജയ് കൗൾ തന്നെ ആ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് നടക്കുന്ന സെൻറ്ററുകളിലെത്തി വിലയിരുത്തൽ നടത്തിയിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് കൗണ്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കപ്പെടുന്ന ആളുകൾ, അതായത് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികൾ നിർദ്ദേശിക്കുന്ന കൗണ്ടിംഗ് ഏജൻറ്റുമാർ, ഇത്രയും ആളുകൾക്ക് മാത്രം പ്രവേശനമുള്ളൂ. അവിടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് തരാൻ പോലും, അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പോലും അനുമതി നൽകിയിട്ടില്ല. പകരം ദൃശ്യങ്ങളെല്ലാം തന്നെ PRD വഴിയായിരിക്കും നമുക്ക് എത്തുക. അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും 8:45 തന്നെ നമുക്ക് ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും എന്നാണ് ലിബീഷ് നമുക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഇനി ബിനോയ്, നമുക്കറിയേണ്ടത് നമ്മുടെ നേതാക്കളൊക്കെ എവിടെയാണെന്നുള്ളതാണ്. ഇന്ദിരാഭവനിലും AKG സെന്ററിലും RRG ഭവനിലും ഒക്കെ ആയിട്ട് ആരൊക്കെ ഉണ്ടാവും? മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ? ലബീഷ്, ഇന്നലെ മുഖ്യമന്ത്രി കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ നിന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി എന്നാണ് നമുക്കിപ്പോൾ അറിയുവാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഏകദേശം 10 മണിയോടുകൂടി തന്നെ നേതാക്കന്മാരൊക്കെ പാർട്ടി ഓഫീസുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും KPCC ആസ്ഥാനത്തും AKG സെൻറ്ററിലും BJP ആസ്ഥാനത്തുമൊക്കെ. KPCC പ്രസിഡന്റ് ഇവിടെ ഇല്ല, കണ്ണൂരിലാണ്. പകരം VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിലുണ്ട്. അതുപോലെ തന്നെ UDF കൺവീനർ MM ഹസനും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. LDFിൻ്റെ നേതാക്കൾ ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തുണ്ട്. ഈ വോട്ടിംഗ് കഴിഞ്ഞ് ഒരു ഏകദേശം വിജയത്തിൻ്റെ ഒരു സാധ്യതകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇവരൊക്കെ തന്നെ ഉച്ചയോടുകൂടി മാധ്യമങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക നേതാക്കന്മാരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ 8 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം CPI ആസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശശി തരൂർ ഫ്ലാറ്റിലിരുന്നായിരിക്കും ഈ കൗണ്ടിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ നിരീക്ഷിക്കുക. അതിനുശേഷം അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് പോകും എന്നറിയുന്നു. CPMൻ്റെ സ്ഥാനാർത്ഥികൾ ഒരാളാണ്, വി ജോയിയാണ് ഉള്ളത്. വി ജോയി AKG സെൻറ്ററിൽ എത്തും. അദ്ദേഹം അവിടെ ഇരുന്നാണ് ആയിരിക്കും വോട്ടിംഗ് ശരാശരികളും കാര്യങ്ങളും ഒക്കെ വിലയിരുത്തുക. നേതാക്കൾ
നേതാക്കന്മാരെല്ലാം തന്നെയുണ്ട്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അദ്ദേഹം പിന്നെ ഒരു 10 മണിയോടുകൂടി KPC ആസ്ഥാനത്തേക്ക് എത്തും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേതാക്കന്മാരെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ട്. BJP ആസ്ഥാനത്തും വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫലം അറിയുന്നതിന് വേണ്ടിയും. ഒപ്പം അവരുടെ ദേശീയ നേതാക്കന്മാരും തന്നെ ഇവിടെ ഇല്ല എങ്കിൽ പോലും സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. K. സുരേന്ദ്രൻ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടില്ല, കോഴിക്കോടാണ് ഉള്ളത്. അദ്ദേഹം വാർത്താ സമ്മേളനം എല്ലാം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോഴിക്കോടായിരിക്കും. അത്തരത്തിൽ നേതാക്കന്മാരിൽ നല്ലൊരു ശതമാനവും തലസ്ഥാനത്ത് തന്നെ ഉണ്ട്. കാരണം വലിയ തരത്തിൽ വലിയ പ്രതീക്ഷകളാണ് മൂന്ന് മുന്നണികൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് തന്നെ നേതാക്കന്മാരെല്ലാം തിരുവനന്തപുരം ബേസ് ചെയ്തുകൊണ്ട് ചില ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും എല്ലാം തന്നെ അവരിവിടെ ഉണ്ട്. എന്തായാലും കോൺഗ്രസും LDFും NDAയും എല്ലാം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്ന NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. V. മുരളീധരൻ 2 ദിവസമായിട്ട് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം ഇന്നലെ പങ്കുവച്ച വിജയത്തിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ആറ്റിങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് V. മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഈ തെക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളൊക്കെ വിജയം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്തെ സ്ഥാനാർത്ഥികളെല്ലാം പാർട്ടി ഓഫീസിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക. NK പ്രേമേന്ദ്രൻ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ മുതൽ തന്നെ കൊല്ലത്തെ DCC ഓഫീസിൽ എത്തിച്ചേരും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു. ആൻ്റണിയും അതുപോലെ തന്നെയാണ്. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിയുമ്പോൾ വീട്ടിലായിരിക്കും, അതിനുശേഷമായിരിക്കും പാർട്ടി ഓഫീസിലേക്ക് എത്തുക. 2 ദിവസം മുമ്പേ തന്നെ തോമസ് ഐസക്, അദ്ദേഹം തിരുവനന്തപുരത്താണെങ്കിൽ പോലും അദ്ദേഹം പത്തനംതിട്ടയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പാർട്ടി ഓഫീസിലല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നായിരിക്കും വോട്ടെണ്ണൽ നിരീക്ഷിക്കുക. അത്തരത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളും വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും മുന്നിൽ, പ്രത്യേകിച്ചും TVകൾക്ക് മുന്നിലേക്ക് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇവരെല്ലാം തന്നെ ഏകദേശം വിജയം ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ചിലരൊക്കെ പാർട്ടി ഓഫീസിലേക്ക് വരിക, ചിലർ പാർട്ടി ഓഫീസുകളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ലിബീഷ്. ബിനോയ്, നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ് എങ്കിൽ പോലും ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന കുറവ്, അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്, അത് മുന്നണികളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ടോ അവിടെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ വ്യാപകം, പ്രത്യേകം ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ. കാരണം അവിടെ ഒരു പ്രത്യേകതയുള്ളത്, അവിടെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട. അതേസമയം തിരുവനന്തപുരത്തും അങ്ങനെയാണ്, നഗര കേന്ദ്രീകൃതമായ തലസ്ഥാനമാണ് കേരളത്തിൻ്റെ. അവിടെയും വോട്ടിംഗ് ശതമാനം കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ മുന്നണികൾ പറയുന്നത് ഒരു 10 വർഷം മുമ്പ് വരെ വോട്ടിംഗ് ശതമാനം ബേസ് ചെയ്ത് തന്നെ നമുക്ക് വിജയം പറയാമായിരുന്നു, വിജയം ഉറപ്പിക്കാമായിരുന്നു. ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. മാറിയ ഒരു സാഹചര്യമാണ്. കാരണം ഈ നിഷ്പക്ഷ വോട്ടുകൾ, ഒപ്പം പലപ്പോഴും ആ വോട്ടിനെ ആശ്രയിച്ചാണ് വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഇരു മുന്നണികളും പറയുന്നത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഞങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമാകില്ല എന്ന തരത്തിലേക്ക് പറഞ്ഞു വയ്ക്കുന്നു. നേതാക്കന്മാർ, KPCC അധ്യക്ഷനായാലും CPM സംസ്ഥാന സെക്രട്ടറി ആയാലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനെക്കുറിച്ച് അവർ പറയുന്നില്ല. കാരണം ഇവരെല്ലാം പറയുന്നത് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിരിക്കുന്ന വോട്ടുകളുടെ എണ്ണം, അതായത് ബൂത്ത് ഏജൻറ്റുമാരായിട്ടിരിക്കുന്ന അവർ നൽകുന്ന വോട്ടുകളുടെ എണ്ണം വെച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരും വിജയത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തായാലും അതുപോലെ തന്നെ കൊല്ലത്തായാലും പത്തനംതിട്ടയിലായാലും ആലപ്പുഴയിലായാലും തന്നെ ഇങ്ങനെയാണ്. അതായത് അതത് ബൂത്തുകളിൽ ഓരോ പാർട്ടിയും നിയോഗിച്ചിരുന്ന ബൂത്ത് ഏജൻറ്റുമാർ നൽകുന്ന ഒരു ചിത്രമുണ്ട്. ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അങ്ങനെ ഒരു അമ്പരപ്പിലേക്ക് വന്നിട്ടില്ല. ആരുടെയും വിജയം അതിൽ ഉറപ്പാക്കാനോ അല്ലെങ്കിൽ പരാജയം ഉറപ്പാക്കാനോ അത് കഴിയില്ല. പണ്ട് അങ്ങനെയായിരുന്നു. വോട്ടിംഗ് ശതമാനം കൂടുന്നത് ഒരുപക്ഷെ ഇടതു മുന്നണിക്ക് ഗുണകരമാകും. വോട്ട് ശതമാനം കൂടുന്നത് UDFന് അനുകൂലമാകും, കുറയുന്നത് LDFന് അനുകൂലമാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് സ്ഥിതി മാറി. പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നടന്ന എറണാകുളത്ത് നടന്നൊരു ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയും അന്ന് ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിൽ അത് UDFന് അനുകൂലമാകുമായിരുന്നൊരു ഉപതെരഞ്ഞെടുപ്പിൽ. അത്തരത്തിൽ വോട്ടിംഗ് ശതമാനം കുറയുന്നതോ കൂടുന്നതോ അല്ല പ്രശ്നം. ഇവിടെ ഇപ്പോൾ നിഷ്പക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ചും മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ BJPക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി വർദ്ധിച്ചു വരുന്ന വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധന, അത് കൃത്യമായി ഇരു മുന്നണികളും UDFും LDFും നന്നായി വിലയിരുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം 2ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം BJP തിരുവനന്തപുരത്ത് എത്തിയത്. LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു ചരിത്രം കൂടി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കാൻ കഴിയില്ല. കാരണം BJPയും അവരുടെ വോട്ടുകൾ കൃത്യമായി അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് അവരും
പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകതകൾ. അതുതന്നെയാണ് BJP തെക്കൻ കേരളത്തിൽ ഒരു ഉറച്ച വിശ്വാസം പറഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 21 മുതൽ 22 തിരുവനന്തപുരത്തെ കാര്യം പറയുകയാണെങ്കിൽ 99,989 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശശി തരൂർ ജയിച്ചതെങ്കിലും 2ാം സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥി എത്തുന്നു. അത് കഴിഞ്ഞ് 3ാം സ്ഥാനത്തേക്കാണ്, വളരെയധികം പിന്നിലേക്കാണ് LDF സ്ഥാനാർത്ഥി പോയത്. അപ്പോൾ അത്തരത്തിൽ BJP അവർ കൃത്യമായി അവർക്ക് ഏതൊക്കെ മേഖലകളിൽ നിന്നാണോ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ആ മേഖലകൾ നിന്നും കൃത്യമായി വോട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭ്യമായി എന്നുള്ളതാണ്. അതിലൊരു കുറവ് വന്നിരിക്കുന്നത് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അതേസമയം സാധ്യതകൾ കൂടുതലായിരുന്നു കൊല്ലത്ത്. കാരണം BJPക്ക് അനുകൂലമായൊരു സാഹചര്യം അല്ലെങ്കിൽ ശബരിമല പ്രശ്നവുമായി, സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ പ്രതിഷേധം നടന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൊല്ലത്താണ് BJPക്ക് തെക്കൻ കേരളത്തിൽ ഒരു വോട്ടിൻ്റെ ഒരു കുറവ് വന്നത്. പത്തനംതിട്ടയിൽ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ K. സുരേന്ദ്രനാണ് അന്ന് മത്സരിച്ചത്. സുരേന്ദ്രന് 2.5 ലക്ഷത്തിലധികം വോട്ട് കിട്ടി. അത് തന്നെ 2.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ആറ്റിങ്ങലിലും കിട്ടി. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തേക്ക് BJP എത്തി. അത്തരത്തിൽ തെക്കൻ കേരളത്തിൽ BJPയുടെ ഒരു വോട്ടിംഗ് ശതമാനത്തിലൊരു വർധന, അത് രണ്ട് മുന്നണികളും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ആ വോട്ടിംഗ് ശതമാനത്തിലെ വർധന രണ്ട് വിഭാഗത്തിൽപ്പെട്ടെങ്കിൽ കൂടുതൽ UDFനാണ് ബാധിക്കുന്നതെങ്കിൽ പോലും LDFനെയും അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ഇരു മുന്നണികൾക്കും അറിയാം. അതുകൊണ്ട് BJPയുടെ വോട്ടിംഗ് ശതമാനത്തിലെ വർധനയാണ് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനത്തിലെ വർധനയേക്കാൾ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ BJPക്ക് ഉണ്ടാകുന്ന വോട്ട് വർധന വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരു മുന്നണികളും നോക്കിക്കാണുന്നത് നമുക്ക് പറയാൻ കഴിയും. ലബീഷ്. ശരി ബിനോയ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ കേന്ദ്രമായ മാർ ഇവാനിയോസ് കോളേജിൽ നിന്ന് വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, അവിടെ ഇപ്പോൾ എന്താണ് ഒരു